ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാണിക്കുന്നു ഷെന്നിന് നേരെ വരുന്ന ആ ഒരു അമ്പ് വന്നിട്ട് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ വന്ന് പിടിക്കുവാണ്. എന്നിട്ട് ചോദിക്കണം, എൻ്റെ മോളുടെ നേരെ അമ്പ് ഇവിടെ ആർക്കതായിരുന്നു. അയാൾ തിരിഞ്ഞെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ അമ്പ് ചെയ്യാൻ വന്നവരൊക്കെ അവിടെ നിന്ന് പോവാട്ടോ. മാത്രമല്ല നമ്മുടെ ഷൂക്കിംഗ് ആണെങ്കിൽ മയങ്ങി പോവാണ്, കാരണം അവളുടെ തോളത്ത് കൂടെ ഒരു അമ്പ് പാസ് ചെയ്തില്ലേ. ഇനി അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ അവൾ എണീക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ അവിടെ ഉണ്ട്. അപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്ററുടെ മോളാണെന്നുള്ള ധാരണയിലല്ലേ പ്രൈം മിനിസ്റ്റർ വന്ന് അവളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷൂക്കിങ്ങിനാണ് ഈ ടെൻഷൻ. ഇനി എങ്ങാനും ഇയാൾ കണ്ടുപിടിച്ച് കാണുമോ, നമ്മൾ വന്ന് ഇയാളുടെ മോളല്ല എന്നുള്ള കാര്യം കണ്ടുപിടിച്ച് കാണുമെന്നുള്ള ടെൻഷനാണ് നമ്മുടെ ഷൂക്കിങ്ങിന്. എന്നിട്ട് പ്രൈം മിനിസ്റ്റർ വന്ന് ഷൂക്കിങ്ങിനടുത്ത് ചോദിക്കുക, നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ അവനെ കൊല്ലണമെങ്കിൽ തന്നെ നമ്മുടെ പാലസിന് ചുറ്റും നിന്നിട്ട് നീ എന്തിനാ കൊല്ലുന്നത്? ആ എല്ലാ പഴി എൻ്റെ മേലല്ലേ ആവുക എന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല, നീ വന്നിട്ട് അവനെ കൊല്ലാനൊന്നും നോക്കണ്ട, അവനെ കൊല്ലുന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ഫാമിലി മൊത്തം പ്ലാൻ ചെയ്ത് മൊത്തം പോവും. മാത്രമല്ല നമ്മുടെ കുടുംബത്തെ മൊത്തം അവൻ കൊന്നൊടുക്കും. ഇതാണോ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇതുകൊണ്ട് നീ അവന് നല്ലൊരു വൈഫായിട്ട് മാത്രം ഇരിക്കും. മാത്രമല്ല അവൻ്റെ കയ്യിലൊരു ടൈഗർ ടോക്കൺ ഉണ്ട്, അത് നീ എങ്ങനെയും കണ്ടുപിടിക്കണം. അവനൊരു സീക്രട്ട് ഓർഗനൈസേഷൻ, അത് എനിക്ക് നശിപ്പിക്കും വേണം. മാത്രമല്ല ആ ഒരു ടൈഗർ ടോക്കൺ എൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമാണ് എനിക്കാണെങ്കിൽ അവൻ്റെ ആ ഒരു പടകളുടെ മേലുള്ള ആ നേതൃത്വം മൊത്തം എനിക്ക് കിട്ടും. അവൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടണമെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ആ ടൈഗർ ടോക്കൺ എനിക്ക് കിട്ടിയേ പറ്റുമെന്ന് പറയണം. അപ്പോൾ നമ്മൾ ഷൂക്കിംഗ് പറയണം, അതിനെന്താ ഞാനത് കണ്ടുപിടിച്ച് തരാം, പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. അത് പറഞ്ഞിട്ടൊരു കാര്യം പറയുവാണ്, എനിക്ക് വന്നിട്ട് അവനെ എൻ്റെ കൈ കൊണ്ട് തന്നെ കൊല്ലാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി തരുമോ പപ്പാന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ആ പ്രൈം മിനിസ്റ്ററും അതിന് സമ്മതിക്കുവാണ്. എന്നിട്ടാണെങ്കിൽ ഷൂക്കിങ് അവളുടെ റൂമിൽ ചെന്നിരുന്നു. അവൾക്ക് ഇങ്ങനെ തോളത്തൊരു മുറിവ് വന്നില്ല അമ്പ് പാസ് ചെയ്തിട്ട്. അപ്പോൾ അതിനൊക്കെ ഇനി മെഡിസിൻ ഇടുന്ന സമയത്തും ഈ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈഗർ ടോക്കൺ എടുത്ത് കൊടുക്കുവാണെങ്കിൽ എന്തായാലും അവനെ കൊല്ലാൻ സമ്മതിക്കാമെന്ന് പ്രൈം മിനിസ്റ്റർ സമ്മതിച്ചില്ല. അപ്പോൾ ആ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് ഇച്ചിരി ടെൻഷനും അതുപോലെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് അവളുടെ നെഞ്ചത്തൊരു ടാറ്റു ഉണ്ട് കേട്ടോ, അതാണെങ്കിൽ നല്ല രീതിക്ക് ജ്വലിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ നോക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് കയറി വരും ഷെന്നി. അവൾ തന്നെ ഇത് അവൻ കാണരുതല്ലോ എന്ന് വെച്ചിട്ട് മറച്ചു വെച്ചിട്ട് അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറഞ്ഞ് നിനക്ക് മരുന്ന് തരാൻ വന്നതാ, കാരണം നിനക്ക് ഇങ്ങനെ തോളത്ത് മുറിവ് വന്നില്ലേ എന്ന് പറയാം. മാത്രമല്ല അപ്പോൾ ഇവള് വന്നിട്ട് ഷെന്നിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, നിങ്ങൾ എന്തിനാ എന്നെ രക്ഷിക്കാൻ നോക്കി? ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നോ? എന്നെ അവിടെ കളഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഷെന്നി പറയാണ്, നീ എന്നെ രക്ഷിച്ചു, അപ്പോൾ നിന്നെ അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ എനിക്ക് പറ്റുമെന്ന് ചോദിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഷൂക്കിംഗ് പറയണം, എൻ്റെ പപ്പ കറക്റ്റ് സമയത്ത് വന്നോണ്ടാ, എൻ്റെ പപ്പ കറക്റ്റ് സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തുമായിരിക്കും എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഷെന്നി പറയാണ്, അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും എൻ്റെ സ്വന്തം ഭാര്യ തന്നെ എന്നെ കൊല്ലാൻ നോക്കുന്നു എന്നുള്ളതാണെന്ന് പറയാം കേട്ടോ. ഇനി അവിടെ നിന്ന് സീൻ കട്ട് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററെ കാണിക്കുക. പ്രൈം മിനിസ്റ്ററുടെ അസിസ്റ്റൻ്റ് അടുത്ത് പറയണം, എൻ്റെ മോളുടെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റമുണ്ട്, അത് എന്തുവായാലും നമുക്ക് കണ്ടുപിടിക്കണം. മാത്രമല്ല ഞാൻ പറഞ്ഞ ആ ഒരു കൊച്ചില്ലേ, ആ കൊച്ചിനെ നീ കണ്ടുപിടിക്കണം. പക്ഷെ എന്നെ അവനെ ആദ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ നീ അവനെ കൊന്നു കളഞ്ഞേക്കണം എന്നും കൂടി അസിസ്റ്റൻ്റ് അടുത്ത് പറയുവാണ്. ഇതേ സമയം നമ്മൾ ഷെന്നിനെ കാണിക്കട്ടോ. ഷെന്നിൻ്റെ അടുത്ത് ഷെന്നിൻ്റെ അസിസ്റ്റൻറ്റ് പറയുവാണ്, നിങ്ങൾ വന്നിട്ട് ആ ടൈഗർ ടോക്കൻ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ ഷൂക്കിങ്ങിൻ്റെ ഹെൽപ്പ് ചോദിക്കുക. അവളാണെങ്കിൽ നല്ല കഴിവുള്ള, അവൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷെന്നു പറയാം, ഞാൻ അവളെ ഉപയോഗിക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല, കാരണം എനിക്ക് അവളെ അത്ര ഇഷ്ടമാണ്. എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവളെ എന്തുവായാലും ഉപയോഗിക്കത്തില്ല. മാത്രമല്ല ഓൾറെഡി ആ പ്രൈം മിനിസ്റ്റർ അവളുടെ അടുത്ത് ടൈഗർ ടോക്കൺ എൻ്റെ കയ്യിലുണ്ടോയെന്ന് തപ്പാൻ പറഞ്ഞു കാണുന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് ഷെന്നി വന്ന് ഷെന്നിൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറയുവാണ്. മാത്രമല്ല എന്നെ കൊല്ലണം എന്നുള്ളൊരു ആഗ്രഹം അവളുടെ ഉള്ളിലുണ്ട്, അവളും അതിന് തയ്യാറായി കാണുന്നതാണ് എനിക്ക് തോന്നിയെന്ന് പറയുവാണ്. അങ്ങനെ ഇവരിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഷൂക്കിംഗ് വരും കേട്ടോ. അപ്പോൾ ഷൂക്കിംഗ് ഇവന് വേണ്ടി കേക്ക് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ വന്നിട്ട് ഇവളുടെ ജീവൻ രക്ഷിച്ചല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവള് വരുന്ന കാണുമ്പോൾ അവിടെ നിന്ന് അസിസ്റ്റൻ്റ് അങ്ങ് പോവാട്ടോ. എന്നിട്ട് ഇവള് പറയാം, കേക്ക് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ നിൽക്കുന്ന സമയത്തും നമ്മൾ ഷെന്ന് പറയാം, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുകയാണ്, നീ ഇതിനകത്ത് വല്ല വിഷം കലർത്തിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പറയാൻ പറ്റും, അതുകൊണ്ട് തന്നെ നീ ആദ്യം കഴിക്ക് എന്നിട്ട് ഞാൻ കഴിക്കാമെന്ന് പറയാട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ കൂളായിട്ട് ആ കേക്ക് എടുത്ത് കഴിക്കും. അപ്പോൾ അവൻ അവളുടെ കയ്യിൽ നിന്ന് തന്നെ കേക്ക് വാങ്ങിച്ച് കഴിക്കുകയാണ്. മാത്രമല്ല അവൻ ആ കേക്ക് കഴിച്ച് തീരുന്നതിന് മുമ്പ് അവൻ മയങ്ങി വീഴുക. എന്നിട്ട് ഇവള് ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ കേക്കിനകത്ത് ല്ല മയക്കുമരുന്ന് വെച്ചേക്കുന്നത്, നീ ഇവിടെ മണത്തുകൊണ്ടിരുന്ന ആ ചന്ദനത്തിരിയില ഞാൻ വെച്ചിരുന്നു, ഇത്രയും നേരം നീ ശ്വസിച്ചില്ലേ, അവിടെ നീ മയങ്ങി വീഴല്ലോ, അത് ശരി, നിനക്ക് ഞാൻ ആദ്യം കേക്ക് തന്നപ്പോൾ നിനക്കത് വാങ്ങിച്ച് കഴിച്ചുകൂടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ മൊത്തം തപ്പാണെങ്കിൽ ഇവിടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വിചാരിച്ചിരിക്കുന്നത് ടൈഗർ ടോക്കൺ വന്ന് ഷെന്നിൻ്റെ കയ്യിൽ എന്തായാലും കാണും, അപ്പോൾ ഈ റൂമിനകത്ത് തന്നെ കാണൂല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നൈസിനകത്ത് തപ്പു കേട്ടോ. അപ്പോൾ തപ്പുന്ന സമയത്ത് നോക്കുമ്പോൾ എന്താ, ഇവൻ പെട്ടെന്ന് എണീറ്റിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ കേക്ക് കഴിച്ചുകൊണ്ട് തന്നെ ആ മയക്കത്തിൽ നിന്ന് അവൻ എണീറ്റിട്ടുണ്ട്.
അവൻ ചോദിക്കും നീ എന്താ അവിടെ തപ്പുന്നേ, ഇനി എന്നെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് നോക്കുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് പറയാം അല്ല ഞാൻ നിങ്ങളുടെ ഭാര്യയില്ല, അപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയെന്നുള്ളൂ, വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കും കൈ പിടിച്ചോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവൻ പറയുവാണ് ഓ അതുകൊണ്ടായിരിക്കുമല്ലേ നീ ആദ്യം കല്യാണത്തിന് കുടിച്ച വൈനിൽ നീ വിഷം വെച്ചത്, അതുപോലെ തന്നെ നീ വന്നിട്ട് ഈ നമ്മൾ യാത്ര ചെയ്ത ആ ഒരു കുതിരവണ്ടിയുടെ ആ ഒരു വീല് നശിപ്പിച്ച് വെച്ചതൊക്കെ അതുകൊണ്ടായിരിക്കില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ആൾ പറയാണ് അതിന് നിങ്ങളിൽ എന്ത് എവിഡൻസ് ഉണ്ട്, ആ വൈൻ ഞാനും കൂടിയേ കുടിച്ചത്, എനിക്കൊരു കുഴപ്പം വന്നില്ല, മാത്രമല്ല ഞാനും കൂടിയാണ് നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്തത്, അപ്പോൾ ആ ചക്രത്തിന് കേടുവന്ന എനിക്കും കൂടിയല്ലേ പ്രശ്നം, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിൽക്കുവാണ്. ഇതേ സമയം പ്രൈം മിനിസ്റ്റർ കാണിക്കും കേട്ടോ. അപ്പോൾ ഇവൻ വന്നിട്ട് ഓൾറെഡി അവിടെ ഇരുന്നിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു വീൽ ചെയറിൽ നിന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ 4 പേര് മരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു പ്രൈം മിനിസ്റ്റർക്ക് വരുന്ന സമയത്ത് ആ ഒരു ഡെഡ് ബോഡി നോക്കിയിട്ട് പ്രൈം മിനിസ്റ്റർ പറയണം ഓ എൻ്റെ മരുമകൻ കൊള്ളാമല്ലേ, വീൽ ചെയറിലാണെങ്കിൽ എന്തുവാ അവന് നല്ല കഴിവുണ്ടെന്നാണ് തോന്നുന്നത്, ഈ 4 പേരെ കൊല്ലണമെങ്കിൽ അവൻ ചില്ലറക്കാരനാവുന്നത് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുവാണ്. ഈ സെയിം ടൈമിൽ നമ്മുടെ ഷെന്നിൻ്റെ അടുത്ത് അസിസ്റ്റന്റ് വന്നിട്ട് പറയുവാണ് ദാ ഇന്ന ആൾക്കാരാണ്, അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്, അവരെ കൊന്നു കളഞ്ഞെന്നുള്ള കാര്യം പറയണം. എന്നിട്ട് ഷെന്നി ചോദിക്കണം എന്നാൽ ശരി ഷൂക്കിങ് എന്ത് ചെയ്യും ചോദിക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് പറയണം ആളെന്തൊരു കാര്യമായിട്ട് പുറത്തു പോയേക്കുവാന്ന്. അപ്പോൾ നമ്മുടെ ഷെന്നി പറയണം എന്തുമായാലും അവൾക്ക് സേഫ്റ്റിക്ക് നീ ഒരാളെ വിട്ടേക്കും, അവളുടെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞേക്കുക കേട്ടോ. മാത്രമല്ല ഇവള് പോയിട്ടുള്ളത് വേറെ എങ്ങോട്ടല്ലേ, ഇവളുടെ അച്ഛൻ മരിച്ചില്ലേ ആ ഒരു പാലസിക്ക് എന്ന് വെച്ചാൽ അവളുടെ വീട്ടിലേക്ക്, അവിടെയാണെങ്കിൽ എല്ലാം വന്ന് മറ്റേ ഗവൺമെൻറ് വന്ന് അടച്ച് സീൽ ചെയ്തേക്കുക, കുറേ മരണങ്ങൾ നടന്ന സ്ഥലമാണെന്നും പറഞ്ഞ് ആ ഒരു സ്ഥലം സീൽ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇവള് ഇങ്ങനെ മനസ്സിൽ പറയാണ് പപ്പ നിങ്ങളുടെ മരണത്തിന് ഞാൻ പ്രതികാരം എന്തുമായാലും തീർത്തിരിക്കും, എന്നിട്ട് നിങ്ങളുടെ ആത്മാവിന് ഞാൻ ശാന്തി തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് തിരിച്ചു വരുന്ന സമയത്തും പുതിയൊരു ക്യാരക്ടർ നമുക്ക് കാണിക്കും. ഇത് വേറെ ആരുമില്ല, നമ്മുടെ ഷെന്നിൻ്റെ അനിയനാണ്, ഇവൻ്റെ പേരാണ് മിങ്. ഇവനാണെങ്കിൽ വരുന്ന വഴിക്ക് നെഞ്ചുവേദന വന്നിരിക്കും കേട്ടോ. ഇവളാണെങ്കിൽ ഓൾറെഡി ഒരു ഡോക്ടർ അല്ലേ, അപ്പോൾ ഇത് കണ്ടിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇവളാണെങ്കിൽ ഇവനെ ചികിത്സിച്ച് ഇവനെ ഓക്കെ ആക്കുവാണ്. എന്നിട്ട് ഇവിടെ എണീക്കുന്ന സമയത്ത് ഇവളുടെ മുഖത്തൊരു മാസ്ക് ഉണ്ട്, അത് മാറുന്ന സമയത്ത് ഇവളാണെങ്കിൽ നല്ല സുന്ദരിയല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് മിങ്ങിന് വന്നിട്ട് ഇവളടുത്തൊരു ലവ് അറ്റ് ഫസ്റ്റ് ഡേറ്റ് വരും കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവൾ പോകാൻ നിൽക്കുന്ന സമയത്തും ഇവൻ ചോദിക്കുവാണ് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഒന്നും പറയാതെ ആ ഒരു മാസ്ക് മാത്രം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഇനി ഇവൾ നേരെ പോകുന്നത് നമ്മുടെ ജനറലിൻ്റെ പാലസിക്കല്ലേ, അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ കസിൻ പെണ്ണുകൾക്ക് അടുത്ത് ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, പറഞ്ഞേക്കുവാണ് ആ ഒരു ഹെഡ് എന്ന് പറഞ്ഞില്ല ഒരു ലേഡി, ആ ലേഡി വേറെ ആരുമില്ല, ഇത് വന്നിട്ട് നമ്മുടെ ഷെന്നിൻ്റെയും അതുപോലെ മിങ്ങിൻ്റെയും വന്ന് ഗ്രാൻഡ്മയാണ് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞേക്കുവാണ് നമ്മുടെ ഷൂക്കിങ് വന്നതിന് ശേഷം നമ്മുടെ പാലസിൽ എന്തൊക്കെ ദുർസംഭവങ്ങളാണ് നടന്നത്, അവളുടെ മേത്ത് പ്രേതബാധയുണ്ട്, ഞാനൊരു മന്ത്രവാദിയെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർ തന്നെ പറയും വേണമെങ്കിൽ കേട്ടോ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ഫേക്ക് ഒരു മന്ത്രവാദിയെ ഈ കസിൻ പെണ്ണ് ഓൾറെഡി പൈസ കൊടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരും പറയുകയാണ് ശരിയാണ് ഷൂക്കിങ്ങിൻ്റെ മേലിൽ 2-3 പ്രേതബാധയുണ്ട്, അവളോട് വന്ന് നിൽക്കുന്നത് തന്നെ ഈ പാലസിന് ഇതാണ്, അതുകൊണ്ട് കുറച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആക്കുമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാൻഡ്മ ഇച്ചിരി വയസ്സായവർ മാത്രമല്ല ഈ അന്ധവിശ്വാസത്തിലൊക്കെ വിശ്വാസമുള്ളതുകൊണ്ട് അതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കെട്ടിയിട്ടിട്ട് ആ മന്ത്രവാദി കുറേ പൂജകളും കാര്യങ്ങളും തുടങ്ങും. മാത്രമല്ല ഭയങ്കര വെയിലാട്ടോ, അതിലാണ് ഇവൾ കിടന്നിങ്ങനെ ഓരോ പൂജ അത് ഇതെന്നും പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് മിങ് ഫോറിനിലെങ്ങാണ്ട് പഠിക്കാൻ പോയിട്ട് അവൻ റിട്ടേൺ വന്നിട്ടാണ്. അപ്പോൾ ഇവൻ വന്നോണ്ട് ചോദിക്കുവാണ് ഇത് വന്ന ആരാന്ന് ചോദിക്കുന്ന സമയത്ത് ഗ്രാൻഡ് പറയും ഇത് വന്നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്, മാത്രമല്ല ഇവരുടെ മേലിങ്ങനെ പ്രേതബാധയുണ്ടെന്നൊക്കെ പറയാം. പക്ഷെ മിങ്ങിന് കാര്യം മനസ്സിലായി, ഇവൾക്കിട്ട് ആരോടൊരു പണി കൊടുത്തതാണ്, അപ്പോൾ ഇവൾ രക്ഷിക്കണമല്ലോ വെച്ചിട്ട് അവൻ പറയും അത് ഗ്രാൻഡ്മ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിലത്തൊക്കെ നിർത്തി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്താ ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഗ്രാൻഡ് പറയും അത് ആ മന്ത്രവാദിക്ക് അറിയത്തില്ല, അവർ പഠിപ്പും വിവരം ഉള്ളതാ, അപ്പോൾ അവർക്ക് അറിയാതിരിക്കത്തില്ല, നീ ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആ മിങ് പറയണം അല്ല ഗ്രാൻഡ്മ ഞാൻ നിങ്ങളുടെ കാര്യം ആലോചിച്ചാൽ പറഞ്ഞു, നിങ്ങൾ ഈ വെയിലത്ത് കിടന്നിട്ട് ഇങ്ങനെ കായേണ്ട കാര്യമില്ലോ, നിങ്ങൾ അകത്ത് പോയി ഇവൾക്ക് എന്താണെന്ന് വെച്ചാൽ പൂജ ചെയ്തിട്ട് ഇവളോട് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ നൈസിന് വന്ന് എല്ലാവരെയും അകത്ത് കൊണ്ട്, അത് വേറെ ഒന്നിനുമല്ല, അത് കഴിഞ്ഞിട്ട് ഇവന് വന്നിട്ട് ഇവിടെ രക്ഷിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ സംഭവം വന്നിട്ട് നമ്മുടെ ജനറൽ അങ്ങോട്ട് യാത്ര ചെയ്ത് പോകുമായിരുന്നു, അവനെ വന്നിട്ട് അവൻ്റെ അസിസ്റ്റൻ്റ് വന്ന് അറിയിക്കുവാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പുറപ്പെടുവാണ്. മാത്രമല്ല എല്ലാവരും അകത്ത് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ ആ കസിൻ പെണ്ണിൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷം കൊടുത്തിട്ട് ഇവളങ്ങ് കൊല്ലാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവൾ ഈ വെയിലത്ത് നിന്നിട്ട് ഇവൾ മരിച്ചു പോയതാണെന്ന് വിചാരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവൾക്ക് വിഷം നിർബന്ധിച്ച് കൊടുക്കാൻ നോക്കുക. കുടിപ്പിക്കാൻ നോക്കുമ്പോൾ ഇവളാണെങ്കിൽ കുടിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ, കുടിക്കാതെ ഇങ്ങനെ വാവിച്ചിട്ട് ഇങ്ങനെ കുടിക്കാൻ സമ്മതിക്കാതെ നിൽക്കുവാണ്. ആ കസിൻ പെണ്ണ് അവൾ വായിൽ ഒഴിക്കുന്നുള്ള സമയമാകുമ്പോഴേക്കും നമ്മുടെ ഷെന്നാണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ട് വന്നിട്ട് നമ്മൾ ഇവളെ രക്ഷിക്കുക. മാത്രമല്ല ഈ ഒരു കസിൻ പെണ്ണെ മയക്ക അടച്ചിട്ട് ഇവളെ എങ്ങനെ രക്ഷിക്കുക കേട്ടോ. പക്ഷെ നമ്മൾ ഷൂക്കിങ് എണീക്കുന്ന സമയത്ത് അവൾ റൂമിലുണ്ടാവുക മറ്റേ മിങ്ങാണ്. അപ്പോൾ ഇവള് തെറ്റിദ്ധരിക്കും ആരാണ്, മിങ്ങാണ് ഇവളെ രക്ഷിച്ചതെന്ന് വിചാരിച്ചിട്ട് പറയും ഓ വളരെയധികം താങ്ക്സ് ഉണ്ട് എന്നെ രക്ഷിച്ചില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് മിങ്ങും അവനങ്ങാണ്ട് രക്ഷിച്ച കണക്കാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ സംസാരിക്കുന്ന സമയത്തും ജെയ്ഡ് ടോക്കം കാണും. അപ്പോൾ അത് കാണുമ്പോൾ ചോദിക്കും നിങ്ങൾ വന്നിട്ട് നിങ്ങളെനിക്ക് മുമ്പേ അറിയോ എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കും കേട്ടോ. അപ്പോൾ ഇവനും അത് കീപ്പ് ചെയ്യും. മാത്രമല്ല
മാത്രമല്ല ഇവള് ചോദിക്കും നിങ്ങൾ ആ മലയിലൊക്കെ വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവനെങ്ങാണ്ട് അവിടെ ചെന്ന് നിന്ന പോലെ ചെയ്യുവാണ്. പക്ഷേ ആക്ച്വലി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് നമ്മൾ ഷെന്നിൻ്റെ ടോക്കണാണ്. ഷെന്നി വന്നിട്ട് മരത്തിൽ വന്നിട്ട് നമ്മുടെ ഈ ഷൂക്കിങ്ങിൻ്റെ ഓർമ്മയ്ക്കായി തൂക്കിയിടുന്ന ഇത് അടിച്ചു മാറ്റിയതാണ് ആരെയും നമ്മുടെ ഈ മിങ്ങി ചെറുക്കൻ. എന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദർ എന്താ ചെറുപ്പം തൊട്ട് ഈ ഒരു ജെയ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്, മാത്രമല്ല നീ പറഞ്ഞില്ല ആ മലയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തള്ളി വിടുക കേട്ടോ. അപ്പം ഇത് കേട്ടിട്ട് ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുക ഷൂക്കിങ്. പക്ഷെ ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം പുറത്ത് നിന്ന് ഭയങ്കര ദേഷ്യത്തോടെ നമ്മൾ ഷെന്നി കേട്ടോണ്ട് നിൽക്കുവാണ്. ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.